ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ആ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് കമ്പൽസറി ആയിട്ട് വേണ്ടത്, ഏതൊക്കെ പോർഷൻസിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് ചേഞ്ച് വരുത്താം എന്നുള്ളത് നോക്കാം. അപ്പോൾ ബേസിക്കലി ഒരു ജാവ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിൽ ഫസ്റ്റ് എഴുതേണ്ടത് പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ ജാവ പ്രോഗ്രാമിൽ എന്തൊക്കെ പാക്കേജസാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യമേ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ആ പാക്കേജുകളെല്ലാം പാക്കേജ് ഡീറ്റെയിൽസ് എന്ന സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. പാക്കേജിൻ്റെ പേര് ഏതാണോ അത്. ദെൻ അതിനുശേഷം ക്ലാസ് എന്നൊരു കീവേഡ് എഴുതുക. ക്ലാസ് എന്നുള്ളത് ജാവയിലുള്ള ഒരു കീവേഡാണ്. ദെൻ ക്ലാസ് എന്ന് എഴുതിയതിനു ശേഷം ചെറിയൊരു സ്പേസിന് ശേഷം ക്ലാസ് നെയിം, ക്ലാസ്സിന് നിങ്ങൾ എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് എഴുതുക. അതിനുശേഷം ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് വൺ എഴുതേണ്ടത് ഡേറ്റ മെമ്പേഴ്സ് ആയിരിക്കും. ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായാലും ഐഡൻറ്റിഫയേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ AB എന്നുള്ളതായിരിക്കും അവിടുത്തെ ഐഡൻറ്റിഫയേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AB എന്നുള്ള രണ്ട് നമ്പർ ആണെങ്കിൽ ഇൻറ്റ് AB, അല്ല ഇപ്പോൾ അതൊരു ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ ക്യാർ AB, അങ്ങനെ നമ്മൾ ഒരു വേരിയബിൾ എടുക്കും, ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ വേരിയബിൾസ് ഡിക്ലെയർ അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ഒക്കെ ചെയ്യുന്ന സെക്ഷനെയാണ് ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ മെമ്പേഴ്സ് എന്ന സെക്ഷനിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻറ്റ് A, B അങ്ങനെയൊക്കെ ഉള്ള ഇനിഷ്യലൈസേഷൻസും ഡിക്ലറേഷൻസും ഒക്കെയാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഡേറ്റ മെമ്പറിൻ്റെ എൻഡിൽ സെമി-കോളൻ ഇടുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ യൂസർ ഡിഫൈൻഡ് മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നോർമൽ ഒരു C++ ലാംഗ്വേജിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു സെയിം ടേമിനെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുന്ന പേരാണ് മെത്തേഡ്സ് എന്നുള്ളത്. ഫംഗ്ഷനും മെത്തേഡും സെയിം തന്നെയാണ്. അപ്പോൾ ബേസിക്കലി മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും അതുപോലെ തന്നെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. അതല്ലാതെ യൂസറിന് അദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ച് എഴുതാൻ പറ്റുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ്സ് കാണും. കുറച്ച് റൂൾസ് മാത്രം ഫോളോ ചെയ്താൽ മതി. അങ്ങനെയുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷനെയാണ് യൂസർ ഡിഫൈൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ എത്ര യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും, ഒന്നിൽ കൂടുതൽ എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. എത്ര എണ്ണം ഉണ്ടെങ്കിലും ഡേറ്റ മെമ്പേഴ്സ് എന്ന സെക്ഷൻ്റെ താഴെ യൂസർ ഡിഫൈൻഡ് മെത്തേഡ്സ് എന്ന സെക്ഷനിൽ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അതിനുശേഷം കമ്പൽസറി ആയിട്ട് എഴുതേണ്ട ഒരു ടേമാണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ സ്ട്രിങ് ARGS മീൻസ് ആർഗ്യുമെൻറ്റ്സ് എന്നാണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ദെൻ ഫൈനലി റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ എല്ലാ വേർഡ്സും കമ്പൽസറി ആയിട്ട് ഒരു ജാവ പ്രോഗ്രാമിൽ വേണ്ടതാണ്. നമ്മളിപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ബേസിക്കലി C++, ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ എഴുതാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആ ഒരു മെയിൻ ഫംഗ്ഷനാണ് ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോയിഡ് മെയിൻ എന്ന ഫംഗ്ഷൻ, മെയിൻ എന്ന വാക്കിന് ശേഷം ഒരു റൗണ്ട് ബ്രാക്കറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ആണ് അതിനെ വായിക്കാൻ. അപ്പോൾ മെയിൻ ഫംഗ്ഷനെ ഇവിടെ ജാവയിലെ പബ്ലിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷനെയോ അല്ലെങ്കിൽ ഒരു ഡേറ്റ മെമ്പറിനെയോ നമുക്ക് മൂന്ന് രീതിയിൽ അതിനൊരു ആക്സസിബിലിറ്റി കൊടുക്കാം. പബ്ലിക്, പ്രൈവറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എപ്പോഴും പബ്ലിക് ഫംഗ്ഷൻ ആയിരിക്കും. പബ്ലിക് മീൻസ് ഒരു പ്രോഗ്രാമിൻ്റെ ഏതൊരു കോർണറിൽ നിന്നാലും നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ് പബ്ലിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക്, ദെൻ സ്റ്റാറ്റിക് എന്നുള്ളതൊരു കീവേഡാണ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് പ്രീവിയസ് ജാവയുടെ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സ്റ്റാറ്റിക് എന്താണെന്നുള്ളത്. സോ സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് എഴുതുക. ദെൻ ഓയിഡ് മീൻസ് ആ ഒരു ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, റിട്ടേൺ ടൈപ്പ് 0 വരികയാണ് ഓയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ മെയിൻ എന്നുള്ളത് ആ ഫംഗ്ഷൻ്റെ പേരാണ്. സോ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അത്രയും വേർഡുകൾ എഴുതുക. ഓരോ വേർഡ്സിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മീനിങ് ഉണ്ട്. പബ്ലിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. ദെൻ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും. ആ ഒരു ഫംഗ്ഷൻ്റെ പേര് മെയിൻ എന്നായിരിക്കും. അതിനുശേഷം റൗണ്ട് ബ്രാക്കറ്റ് എഴുതുക. റൗണ്ട് ബ്രാക്കറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ആണ് ഇത് എന്നുള്ളതാണ്. ദെൻ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്, സ്ട്രിങ് STRING സ്ട്രിങ് എന്ന് എഴുതുക. ദെൻ അടുത്തത് ARGS എന്ന് ഉദ്ദേശിക്കുന്നത് ആർഗ്യുമെൻറ്റ്സിനെയാണ്. ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്, അത് കഴിഞ്ഞതിന് ശേഷം റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമ്പൽസറി ആയിട്ടും ഒരു ജാവ പ്രോഗ്രാമിൽ എഴുതി ഇരിക്കേണ്ടതാണ്.
അതിനുശേഷം ഈ മെയിൻ ഫംഗ്ഷനുള്ളിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അതൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡായിട്ട് കൺസിഡർ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അതൊരു കേളി ബ്രാക്കറ്റിനുള്ളിൽ വേണം എഴുതേണ്ടത്. സോ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്യുമെന്റ്സിന്റെ നെക്സ്റ്റ് ലൈനിൽ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ കേളി ബ്രാക്കറ്റിനുള്ളിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, അതിപ്പോൾ എന്ത് നമുക്ക് പ്രോഗ്രാമിൽ എന്താണോ എഴുതേണ്ടത് മെയിൻ ഫംഗ്ഷനുള്ളിൽ വരുന്ന ലൈൻസ് ഏതാണോ, സ്റ്റേറ്റ്മെന്റ്സ് ഏതാണോ, ആ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നിൽ കൂടുതൽ എത്ര സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും എഴുതാം. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന ആ ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്യുക, ഒരു പ്ലേസ് മെൻഷൻ ചെയ്യുക. ദെൻ അതിനുശേഷം അവിടെയും സെമിക്കോളൻ ഉണ്ട്, ഓരോ സ്റ്റേറ്റ്മെന്റിന് ശേഷം സെമിക്കോളൻ ഇടണം. ദെൻ അത് കഴിഞ്ഞിട്ട് വോയിഡ് മെയിൻ എന്നുള്ള ആ ഒരു മെയിൻ ഫംഗ്ഷന്റെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കാരണം ആ ഒരു പോർഷൻ കഴിഞ്ഞു. ദെൻ നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കേളി ബ്രാക്കറ്റ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു, ആ ക്ലാസ് എന്ന കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഒരു ബേസിക് ആയിട്ടുള്ള ജാവ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ബേസിക്കലി 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ളൊരു ജാവ പ്രോഗ്രാമാണിത്. ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വലിയ ക്ലാസ്സിൻ്റെയൊക്കെ, അതായത് പ്രീ ഡിഫൈൻ ക്ലാസ്സിൻ്റെ യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്പേഴ്സ് തന്നെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ റീഡൊന്നും ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് പാക്കേജസിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമ്മളത് പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യേണ്ട നീഡ് വരുന്നില്ല, അതൊരു മാൻഡേറ്ററി സ്റ്റേറ്റ്മെന്റ് അല്ല. സോ നമുക്കിവിടെ നെക്സ്റ്റ് ലൈനായ ക്ലാസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം. സോ ക്ലാസ് എന്നുള്ള കീവേഡ് കൊടുത്തു, ക്ലാസ്സിനൊരു പേര്, ക്ലാസ് നെയിം സം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം. സോ ക്ലാസ് സം എന്ന് കൊടുത്തു, ക്ലാസ് എന്ന കീവേഡും ദെൻ ക്ലാസിൻ്റെ പേരായ സം. ദെൻ നെക്സ്റ്റ് ലൈനിൽ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ക്ലാസ്സിനുള്ളിൽ നമ്മൾ എഴുതേണ്ട എല്ലാ കാര്യങ്ങളും കേളി ബ്രാക്കറ്റിന് ഉള്ളിൽ വേണം എഴുതാൻ. സോ കേളി പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് അത് ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എഴുതേണ്ടത് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ ഒരു ജാവ പ്രോഗ്രാം എഴുതാൻ പറ്റത്തില്ല. സോ മെയിൻ ഫംഗ്ഷൻ എന്നുള്ള ആ ഒരു മെയിൻ എന്ന കീവേഡിന് മുന്നേ ആയിട്ട് ഒരു 3 കീവേഡ്സും കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്തിരിക്കണം. മെയിൻ ഫംഗ്ഷൻ ഒരു പബ്ലിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് നേച്ചറുള്ള വോയിഡ് റിട്ടേൺ ടൈപ്പ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. സോ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ള ഫംഗ്ഷൻ എഴുതി, ബ്രാക്കറ്റിനുള്ളിൽ ഓൾറെഡി പറഞ്ഞതുപോലെ സ്ട്രിംഗ് ആർഗ്യുമെന്റ്സ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഇവിടെ ഓൾറെഡി നമ്മളിപ്പോൾ 2 നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്പേഴ്സ് നമ്മൾ സാധാരണ C++ ലാംഗ്വേജിൽ ഇൻപുട്ടായിട്ട് റീഡ് ചെയ്ത് വാങ്ങാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രിൻ്റ് എഫ് എൻ്റർ എ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ജാവയിലും പറ്റും. പ്രിൻ്റ് എഫ് അല്ല, ഔട്ട്പുട്ട് ഇൻപുട്ടിനുള്ള ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഇപ്പോൾ അത്തരത്തിലുള്ള കോംപ്ലക്സിറ്റി ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഓൾറെഡി പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ A, B എന്നുള്ള 2 നമ്പേഴ്സ് യൂസർ തന്നെ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. സോ ഇൻറ്റ് A, B എന്ന് എഴുതുന്നതിന് പകരം എൻ്റെയും ബിൻ്റെയും വാല്യൂ കൂടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. സോ ഇൻറ്റ് A = 5, B = 2 എന്ന് കൊടുത്തു. ദെൻ സമ്മ് നമുക്ക് കണ്ടുപിടിക്കണം. ആഡ് ചെയ്തതിന് ശേഷമുള്ള ആൻസർ സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ വേണം. ആ വേരിയബിളിൽ S എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എസ്സിന് 0 എന്നൊരു വാല്യൂ കൊടുത്തു. 0 എന്നുള്ള വാല്യൂ കൊടുത്തത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, ഗാർബേജ് വാല്യൂ അവോയ്ഡ് ചെയ്യാനാണ്. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ S = A + B. സോ Aയിൽ 5 ഉണ്ട്, Bയിൽ 2 ഉണ്ട്. 5 + 2 ചെയ്ത ആൻസർ 7 എന്നുള്ള ആൻസർ എസ്സിൽ ഇപ്പോൾ സ്റ്റോർ ആയിരിക്കും. ദെൻ എന്ത് ചെയ്യുക, എസ്സിൽ എന്താണോ ആൻസർ ഉള്ളത് ആ ആൻസർ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞതാണ്. ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് system.out.println ആണ്. സോ അതുപോലെ തന്നെ ഇവിടെ system.out.println അതിനുള്ളിൽ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഡബിൾ കോട്ട്സിൽ സം എന്നൊരു മെസ്സേജ് എഴുതി കാണിക്കുക. സം എന്ന് എഴുതിയതിന് ശേഷം സമ്മിലിരിക്കുന്ന ആൻസർ പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഡബിൾ കോട്ട്സിനുള്ളിൽ സം എന്ന് എഴുതി, ഡബിൾ കോട്ട്സിന് ശേഷം നമുക്ക് എന്താണോ ആ സമ്മിന് ശേഷം വരേണ്ടത് ആ ഒരു വേരിയബിൾ ഇരിക്കുന്ന ആൻസർ നമുക്ക് അവിടെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എസ് എന്ന വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സോ എസ് എന്ന വേരിയബിൾ എഴുതി സമ്മിന് ശേഷം അത് അപ്പൻഡ് ചെയ്യാനായിട്ട് പ്ലസ് എന്ന സിമ്പൽ യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു system.out.println യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് ക്ലിയർ ആവാത്തവർ പ്രീവിയസ് വീഡിയോ നോക്കുക. ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന ജാവയുടെ വീഡിയോ കണ്ടാൽ മതി, അതിൽ ക്ലിയർ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സോ ആ ലൈൻ പ്രിൻറ്റ് ചെയ്തു, ലാസ്റ്റ് സെമിക്കോളൻ ഇടുക, ദെൻ മെയിൻ ഫംഗ്ഷൻ്റെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഫൈനലി ക്ലാസിൻ്റെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ജാവ പ്രോഗ്രാമാണ്. സോ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ നമ്മുടെ A എന്ന വേരിയബിളിൽ 5ഉം B എന്ന വേരിയബിളിൽ 2 ആണ് ഇരിക്കുന്നത്. സോ S = A + B എന്ന് ചെയ്യുമ്പോൾ 5 + 2 ചെയ്ത് 7 എന്ന ആൻസർ വരും. ഇനി println ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് ചെയ്തിരിക്കുന്നത് സം എന്നൊരു വേർഡ്, അതിനുശേഷം എസ്സിൽ എന്താണോ ഇരിക്കുന്ന ആൻസർ ഹോൾഡ് ചെയ്യുന്ന ആൻസർ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യാനാണ്. സോ ഓൾറെഡി പറഞ്ഞ പോലെ എസ്സിൽ 7 ആയതുകൊണ്ട് ഔട്ട്പുട്ട് വിൽ ബി സം 7, അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ദ സം ഈസ് 7 എന്ന ഔട്ട്പുട്ട് കൊടുക്കണമെങ്കിൽ
പ്രിന്റ് എൽ എൻ ഫംഗ്ഷനുള്ളിൽ ഡബിൾ കോട്ട്സിൽ സം എന്ന് കൊടുത്തതിന് പകരം ദ സമ്മീസ് എന്ന് കൊടുക്കാം. ആ ഒരു ലൈൻ നമുക്ക് ഇഷ്ടമനുസരിച്ച് മാറ്റാവുന്നതാണ്. സോ സം 7 എന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ഒരു ജാവ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്താണ്, ബേസിക് ആയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിളും കണ്ടു. ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിൽ ഇൻപുട്ടൊക്കെ നമ്മൾ ക്ലാസ് ഫംഗ്ഷൻസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല റീഡ് ചെയ്തിരിക്കുന്നത്, നമ്മളതിനെ പാസ് ചെയ്ത് കൊടുത്തതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.